ഭൈരവി രാഗത്തിൽ പാടിയ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഗാനം ഈ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ പ്രപഞ്ചത്തിൽ എവിടെയോ ഏലിയൻസിന് കേൾക്കാൻ വേണ്ടിയിട്ട് ഒഴുകി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് നമുക്ക് ആ കഥ കേൾക്കാം. 1977 നാസ 2 സ്പേസ് ക്രാഫ്റ്റുകൾ വിക്ഷേപിക്കുകയാണ്. വോയേജർ 1 ആൻഡ് വോയേജർ 2. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ. നാസയുടെ ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് ക്രാഫ്റ്റുകൾ പ്രപഞ്ചത്തിൻ്റെ അറ്റം വരെ പോകണം. അതങ്ങനെ പോയി ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ഏലിയൻ അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ സ്പീഷീസ് ഈ സ്പേസ് ക്രാഫ്റ്റിനെ കണ്ടുമുട്ടാം. അപ്പോൾ അവരോട് നമ്മുടെ ഭൂമിയിലെ കഥ പറയണം, ഇവിടുത്തെ സംസ്കാരം, ഇവിടെ ജീവനുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഏലിയൻസ് നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിനെ കണ്ടുപിടിച്ചാൽ അവർക്ക് എങ്ങനെ മനസ്സിലാവും ഭൂമി എന്താണ്, ഇവിടെ എന്താണുള്ളതെന്നൊക്കെ. അതിനു വേണ്ടിയിട്ടാണ് നാസ വോയേജർ ഗോൾഡൻ റെക്കോർഡ് എന്നുള്ള പ്രൊജക്റ്റ് കൊണ്ടുവന്നത്. ബേസിക്കലി നമ്മുടെ ഭൂമിയിലുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ ബ്ലൂ പ്രിൻ്റാണ് ഈ വോയേജർ ഗോൾഡൻ റെക്കോർഡ് എന്ന് പറയാം. ഈ വോയേജർ 1-നും വോയേജർ 2-നും അകത്ത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ ഡിസ്കുകൾ നാസ കൊടുത്തയച്ചു. ഈ കോപ്പർ ഡിസ്കുകളുടെ ഉള്ളിൽ ഭൂമിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സൗണ്ടുകൾ, ഇമേജുകൾ ഇതെല്ലാം ഇവർ ആഡ് ചെയ്തു. എങ്ങനെ ഈ കോപ്പർ ഡിസ്ക് ഓപ്പൺ ചെയ്യണം, റീഡ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഈ ഗോൾഡൻ റെക്കോർഡിനകത്ത് 115ഓളം ചിത്രങ്ങൾ, അതുപോലെ 55 ഭാഷകളിലുള്ള ഗ്രീറ്റിംഗ്, അതുപോലെ പലതരം നാച്ചുറൽ സൗണ്ടുകൾ, കുട്ടികൾ കരയുന്നത്, മഴ പെയ്യുന്നത്, ഇതെല്ലാം നാസ റെക്കോർഡ് ചെയ്ത് അയച്ചു. ഇത് കൂടാതെ 27ഓളം മ്യൂസിക് ട്രാക്കുകളും ഈ ഗോൾഡൻ റെക്കോർഡിൽ ആഡ് ചെയ്തു. അതിൽ ബാക്ക്, ബിഥോവൻ മുതലായ പ്രശസ്തനായ ആൾക്കാരുടെ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിട്ട് ഇന്ത്യയിൽ നിന്നും ഭൈരവി രാഗത്തിൽ പാടിയ ഒരു പാട്ടും ഇൻക്ലൂഡ് ചെയ്തു. സുർശ്രീ കേസർ ഭായ് എന്ന ഫേമസ് സിംഗർ പാടിയിട്ടുള്ള ജാത് കഹാ ഹോ എന്നുള്ള ഭൈരവി രാഗത്തിലുള്ള ഒരു ചെറിയ സോങ്ങാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഏലിയൻസ് ഈ വോയേജർ കണ്ടുപിടിച്ച് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഈ പാട്ടും അവർക്ക് കേൾക്കാൻ സാധിക്കും. 2 കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. ഈ മൊത്തം പ്രൊജക്റ്റ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് ലോക പ്രശസ്തനായിട്ടുള്ള ആസ്ട്രോഫിസിസിസ്റ്റും ആസ്ട്രോണമറുമായിട്ടുള്ള കാൾ സാഗൻ ആണ്. ഇതിൽ വോയേജർ 1 ആസ് ഓഫ് നൗ 24 ബില്യൺ കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചു കഴിഞ്ഞു. മനുഷ്യൻ നിർമ്മിച്ച് തൊടുത്തുവിട്ടതിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ഒബ്ജക്റ്റ് എന്നുള്ള റെക്കോർഡും വോയേജർ 1-നാണ്. ഇനി സിനിമകളിലേക്ക് വന്ന സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് മുതൽ ഡെന്നിസ് വില്ലനുവിൻ്റെ അറൈവൽ വരെ പല സിനിമകളും ഏലിയൻസുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ചർച്ച ചെയ്തതാണ്. പക്ഷേ സയൻറ്റിഫിക്കലി ഇങ്ങനെയാണ് ഈ അപ്രോച്ച്. എന്തായാലും ഈ പാട്ടിൻ്റെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ, നിങ്ങളിതേവരെ കേൾക്കാത്തൊരു കാര്യമാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.